ടൈലറിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സാധാ പാൻറ്റാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു യൂണിഫോം പാൻറ്റ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ അളവാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അത് എലാസ്റ്റിക് ഇട്ട പാൻറ്റാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ആ കുട്ടിയുടെ അളവ് വന്നിരിക്കുന്നത് ഇറക്കം വന്നിരിക്കുന്നത് 36 ഇഞ്ച്. ഞാൻ ആദ്യം തുണിയെ നമുക്ക് 4ആയിട്ട് മടക്കുന്ന 2 കാലിനും കൂടെ ഉള്ളത് 4 പീസായിട്ട് 4 മടക്കായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇതാണ് ലെന്ത്. ഇറക്കം ഇത് വണ്ണം. ഇനി എനിക്ക് ഇവിടെ നമുക്ക് അളവ് കിട്ടിയിരിക്കുന്നത് 36 അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂടെ കൂട്ടണം. 36ൻ്റെ കൂടെ 4 കൂടെ കൂട്ടുമ്പോൾ 40 ഇഞ്ച്. ആ 4 ഇഞ്ച് കൂട്ടുന്നത് മുകളിൽ എലാസ്റ്റിക് ഇടാനായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. മുകളിൽ എലാസ്റ്റിക്. ഇനി നമുക്ക് വേണ്ടുന്ന ഇറക്കം നോക്കുക. 36 ഞാൻ പറഞ്ഞല്ലോ, ആ 36 മാർക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ കാലിൻ്റെ അടിഭാഗം തയ്ക്കാനായിട്ട് 2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക. അപ്പോൾ ഇത് 2 മാർക്ക് ചെയ്ത് ഇറക്കവും കിട്ടി, നമ്മുടെ മടക്കി തയ്ക്കാനുള്ള അളവും കിട്ടി, എലാസ്റ്റിക് ഇടാനുള്ളതും കിട്ടും. ഈ കാലിൻ്റെ അടിഭാഗത്തെ വണ്ണം ചെറിയ കുട്ടിയാകുമ്പോൾ 6 മതി കേട്ടോ. തീരെ ചെറിയതാണെങ്കിൽ 5 മതി. 6, 7, 8 ഇങ്ങനെയാണ് കാലിൻ്റെ വണ്ണം വരുന്നത്. വലിയ സൈസ് വരുമ്പോൾ എനിക്കിവിടെ 6 മതി. ഈ 6ൻ്റെ കൂടെ 1 ഇഞ്ച് 1.5 ഇഞ്ച് തയ്യട്ടും പെടുക. എന്നിട്ട് ഇവിടെ നിന്ന് ചരിച്ച് ലൈൻ ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹിപ്പ് ഭാഗത്തെ വണ്ണം കാണണം. ഹിപ്പ് ഭാഗത്തെ വണ്ണത്തിൻ്റെ കൂടെ 10 ഇഞ്ച് കൂടെ ലൂസ് കൂട്ടണം. ഹിപ്പ് ഭാഗത്തെ വണ്ണത്തിൻ്റെ കൂടെ 10 ഇഞ്ച് ലൂസ് കൂട്ടണം. ഹിപ്പ് ഭാഗത്തെ വണ്ണം എനിക്ക് ഇവിടെ കിട്ടുന്നത് 34ൻ്റെ കൂടെ 10 ഇഞ്ച് കൂടെ കൂട്ടുമ്പോൾ 44. 44ൻ്റെ 4ൽ1 ഭാഗമാണ് നമ്മുടെ ഈ കാലിൻ്റെ ഈ ഭാഗം എടുക്കുന്നത്. അതായത് ഹിപ്പ് ഭാഗത്തോട്ട് 44ൻ്റെ 4ൽ1 ഭാഗവും 11 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ഈ ക്രോച്ച് ലെന്ത് എന്ന് പറയും. ഇത് ഹിപ്പ് ലെന്ത് ഹിപ്പ് വണ്ണം നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം ഇവിടുന്ന് നമുക്ക് ക്രോച്ച് ലെന്ത് കാണും. ക്രോച്ച് ലെന്ത് പറയും, ഷേപ്പ് ലെന്ത് പറയും, പല രീതി പറയും. ഞാനിവിടെ ക്രോച്ച് ലെന്ത് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഹിപ്പ് ഭാഗത്തെ വണ്ണത്തിൽ നിന്നാണ് ഈ ക്രോച്ച് ലെന്തിൻ്റെ നീളം കാണുന്നത്. അതെന്ന് കാണുന്നത് നമ്മുടെ കറക്റ്റ് ലെന്ത് എത്രയാണെന്ന് വെച്ചാൽ ഇറക്കം എത്ര നമുക്ക് കറക്റ്റ് ഇറക്കം 36. അത് യൂസിയായി കൂട്ടുന്നില്ല, മടക്കി തയ്ക്കാന്നൊന്നും കൂട്ടുന്നില്ല. കറക്റ്റ് 36 വേണം. 36ൻ്റെ കൂടെ 5 കൂട്ടണം. 36ൻ്റെ കൂടെ 5 കൂട്ടുമ്പോൾ 41 വരും. 41ൻ്റെ 3ൽ1 ഭാഗമാണ് ഈ ക്രോച്ച് ലെന്ത്. അപ്പോൾ 41. 36 നമ്മുടെ ഇറക്കം വന്നേക്കുന്നത്. കറക്റ്റ് ഇറക്കം വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ 5 കൂട്ടുമ്പോൾ 41. 41ൻ്റെ 3ൽ1 ഭാഗം കൂടെ മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടണം. 41ൻ്റെ 3ൽ1 ഭാഗം നമുക്ക് എളുപ്പം മനസ്സിലാക്കാം. 41 കറക്റ്റാക്കിയതിന് ശേഷം എടുത്തതിന് ശേഷം അതിനെ തേപ്പിനെ 3ആയിട്ട് മടക്കിയിട്ട് നമുക്കത് 3 ഭാഗമായിട്ട് മടക്കണം. ഉണ്ടോ? അപ്പോൾ നമുക്കത് 13 വരും. 41ൻ്റെ 3ൽ1 ഭാഗം 13 വരും. അപ്പോൾ ആ 13ൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടുക കേട്ടോ. 14 ഇഞ്ച്. 14 ഇഞ്ച് മാർക്കിങ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ എടുത്ത 11 ഇഞ്ച് ഈ 14 കിട്ടിയെടുത്ത് കൊണ്ടുവന്ന് നോക്കണം. ഓക്കെ ഉണ്ടല്ലോ. എന്നിട്ട് ഇവിടെ നിന്ന് 2.5 വലിയ സൈസിനാണ് 3, 4 ഇഞ്ച് വരും. ഷേപ്പിലേക്ക് നമുക്കിവിടെ 13 കിട്ടി. അതിനോട് 1 കൂടെ കൂട്ടിയെടുത്ത് 14 എടുത്തു. എന്നിട്ട് നമുക്കിവിടെ കിട്ടിയ ഈ വേസ്റ്റ് ഭാഗത്തെ വണ്ണം ഇവിടെ 11 ഉണ്ടോന്നും ഉറപ്പ് വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് 2.5 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്യാം. ഓക്കെ. എന്നതിന് ശേഷം ഇതിൽ നിന്ന് നമുക്കിതിനൊരു ഷേപ്പ് എടുക്കണം. അതിവിടെ ഷേപ്പ് എടുക്കുന്നത് കണ്ടോ. ഇങ്ങനെ അധികം കുഴിച്ചെടുക്കരുത് കേട്ടോ.
അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കാലിൻ്റെ ആ ഷേപ്പിൽ അതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഉണ്ടോ? അതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്നിട്ട് നമ്മൾ കാലിൻ്റെ ഭാഗം മടക്കിയതിന് ശേഷം കട്ട് ചെയ്തതിന് ശേഷം വേണ്ട ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കുട്ടികൾ തോന്നിയ കേട്ടോ. എന്നിട്ട് ഇവിടെ നമുക്ക് ഇതേപോലെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കും. കഴിഞ്ഞു. അതെ, ഇവിടെ നമുക്ക് എലാസ്റ്റിക് കൊടുക്കാനായിട്ട് അതെ ഇവിടെ നമ്മുടെ ഇത്രയുള്ള എല്ലാവരും ചെയ്ത് നോക്കുക. മനസ്സിലാക്കി എല്ലാവരും ചെയ്ത് നോക്കുക. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കാല് മുടക്കുന്ന ഭാഗത്തും കൂടെ ഇങ്ങനൊരു പോയിന്റ് കൊടുക്കണം. നമുക്ക് ഇത്രയും തന്നെ മടക്കി വെക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ.